DRSലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സൂപ്പർ 8-ലെ രണ്ടാമത്തെ മത്സരം ബംഗ്ലാദേശുമായിട്ടായിരുന്നു. നമ്മുടെ ആ മത്സരം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്, കാരണം ഇന്ത്യ ജയിക്കും എന്നുള്ളത്. കാരണം ബംഗ്ലാദേശ് ടീം അത്രയ്ക്കും മികച്ചതായിട്ടുള്ള അവർ ബാറ്റിങ്ങിൽ അവർക്ക് ഭയങ്കര ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ബോളിംഗ് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളോ അങ്ങനെ കാണിക്കാനില്ല. പിന്നെ ആകെപ്പാടെ പറയാൻ എന്തെങ്കിലും ഉള്ളത് മുസ്തഫിസറിൻ്റെ ഡെത്ത് ഓവേഴ്സും അദ്ദേഹത്തിൻ്റെ സ്ലോ ബോളുകളൊക്കെ മാത്രമാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ബംഗ്ലാദേശിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ എത്ര റൺസിന് ജയിക്കും അല്ലെങ്കിൽ നമ്മൾ എത്ര വിക്കറ്റിന് ജയിക്കും എന്നുള്ളൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എത്ര സിമ്പിളായിട്ട് എത്ര നേരത്തെ തന്നെ നമ്മൾ ജയിക്കും എന്നുള്ളൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ടോസിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ടോസ് നഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ ടോസ് വിജയിച്ചതുപോലെ തന്നെയാണ്. കാരണം ടോസ് കിട്ടിയത് ബംഗ്ലാദേശിനാണ്. ബംഗ്ലാദേശ് നമ്മളെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അപ്പം രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോഴത്തേനും ബംഗ്ലാദേശ് ക്യാപ്റ്റൻ്റെ ആ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ബാറ്റിങ് അവർക്ക് ഇന്ത്യക്ക് കൊടുത്തിട്ട് ഒരു 160 റൺസിനകത്ത് എറിഞ്ഞ് ഒതുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അത് ചേസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 160 അവർക്ക് മാക്സിമം അവർ കൊടുത്തിരിക്കുന്ന ഒരു ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പം തിരിച്ച് രോഹിത് ശർമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ ഞങ്ങളും ബാറ്റിംഗ് എടുക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്. കാരണം അത്യാവശ്യം നല്ലൊരു സ്കോർ എടുത്തതിന് ശേഷം അവരെ അതിനകത്ത് എറിഞ്ഞൊതുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് രോഹിത് ശർമ്മയും ടീം ഇന്ത്യയും കൂടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും പ്ലാനിങ്ങിൻ്റെയൊക്കെ ആ ഒരു കൃത്യതയും എല്ലാം കൊണ്ടും തന്നെ ഇന്ത്യ ബാറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ കളികളെല്ലാം തന്നെയും ഓപ്പണിംഗ് ആയിട്ടുള്ള നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് രണ്ടുപേരും ഓപ്പണിങ്ങിൽ കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 39 റൺസിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3.4 ഓവറിൽ 39 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ടാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. രോഹിത് ശർമ്മ 11 റൺസിൽ സ്ട്രൈക്ക് റേറ്റ് വരുമ്പോൾ 209. അപ്പം ഒരു സിക്സും 3 ഫോറുകളും ഉൾപ്പെടെ 11/23 നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഓപ്പോസിറ്റ് ടീമിന് പ്രഷർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബോളേഴ്സിന് പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് രോഹിത് ശർമ്മ അവിടെ നോക്കിയിട്ടുള്ളത്. പിന്നെ വിരാട് കോഹ്ലി ഈ പറയുന്ന പോലെ നമുക്കറിയാം ന്യൂയോർക്കിലൊക്കെ അദ്ദേഹം കളിക്കാത്തത് കൊണ്ട് ഭയങ്കര ഇതും പരാമർശവും വിമർശനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം തിരിച്ച് വന്നിട്ടുണ്ട്. 28 ബോളിൽ 37 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 3 സിക്സറുകൾ വിരാട് കോഹ്ലി നേടി. അതുപോലെ തന്നെ ഒരു ബൗണ്ടറിയുമാണ്. അത് നമ്മൾ പൊതുവെ വിരാട് കോഹ്ലിയുടെ ഇതൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതിനുശേഷം ഈ പറയുന്ന ഋഷഭ് പന്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഈ മത്സരത്തിലും ഉണ്ടായിരുന്നു. 24 ബോളിൽ 36 റൺസ്, 2 സിക്സ്, 4 ഫോറുകൾ. അങ്ങനെ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഋഷഭ് പന്ത്, രോഹിത് ശർമ്മ എന്നിവരുടെ ഒരു പ്രയത്നം മൂലം നമുക്കൊരു 51 റൺസാണ് നമുക്ക് പവർ പ്ലേയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സൂര്യകുമാർ അത് ഫസ്റ്റ് ബോൾ 6 അടിച്ചെങ്കിൽ രണ്ടാമത്തെ ബോളിൽ വിക്കറ്റ് നഷ്ടമായി തിരിച്ച് മടങ്ങി. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം ശിവൻ ദുബെയും അതുപോലെ ഹർദിക് പാണ്ഡ്യ, നമ്മുടെ 2 ഫിനിഷേഴ്സ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു 2 പേരാണ് ശിവൻ ദുബെയും ഹർദിക് പാണ്ഡ്യ. അവർ 2 പേരും അവരുടെ ദൗത്യം കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹർദിക് പാണ്ഡ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ടൂർണമെൻറ്റിൽ തന്നെ ഹർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ മത്സരം കുറച്ചുകൂടെ മാറ്റി കൂടുന്ന ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കൂടെ, കാരണം ഒരാളോ രണ്ടാളോ ഒന്നും അല്ല, ടീം ഒട്ടാകെ ബാറ്റർമാർ ഒട്ടാകെ അവരുടെ കോൺട്രിബ്യൂഷൻ നൽകിയത് കൊണ്ട് തന്നെ 196 എന്നുള്ളൊരു മികച്ച ടോട്ടൽ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. മറുപടി ഇവരുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തൻസീം ഹസൻ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ബംഗ്ലാദേശിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. 4 ഓവറിൽ 32 റൺസിന് 2 വിക്കറ്റുകൾ അദ്ദേഹം നേടി. അതുപോലെ തന്നെ റിഷാദ് ഹുസൈൻ 4 ഓവറിൽ 43 റൺസ് വഴങ്ങിയിട്ട് 2 വിക്കറ്റുകൾ നേടി. കുറച്ച് റണ്ണ് വിട്ടു കൊടുത്തെങ്കിലും പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുസ്തഫിസുർ റഹ്മാനും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് വളരെയേറെ അധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറി ബംഗ്ലാദേശിന്. ഇവിടെ തിരിച്ച് മറുപടി ചേസിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ലിറ്റൻ ദാസും അതുപോലെ തന്നെ തൻസീർ ഹസനും കൂടെ ചേർന്നിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ശ്രമിച്ചുവെങ്കിൽ പോലും നിരാശാജനകമായിട്ടുള്ളൊരു ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. തുടക്കം മുതൽ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലിറ്റൻ ദാസ് 13 റൺസുമായിട്ട് മടങ്ങി.
തൻസീദ് ഹസൻ 29 റൺസ് എടുത്തെങ്കിൽ 31 ബോളിലാണ് അത്രയും എടുത്തത്. ഈ 196 എന്നുള്ളൊരു റൺസ് ചേസ് ചെയ്യുമ്പോൾ അതും പവർ പ്ലേയിൽ നിൽക്കുന്ന അദ്ദേഹം അത്ര കുറഞ്ഞൊരു റൺ റേറ്റിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നത് വളരെ നിരാശ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നജ്മുൽ ഹുസൈൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. 40 റൺസ് 32 ബോളിൽ 40 റൺസ് 3 സിക്സുകൾ ഒരു 4 3 സിക്സും ഒരു 4ഉം നേടി. ഹിറോഡോയി ഒന്നും ചെയ്തിട്ടില്ല, ഷക്കീബ് അൽ ഹസൻ ഒന്നും ചെയ്തിട്ടില്ല, മുഹമ്മദുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റിൽ റിഷാദ് ഹുസൈൻ ഒരു ചെറിയൊരു വെടിക്കെട്ട് നടത്തി 10 ബോളിൽ 24 റൺസ്. അദ്ദേഹം മാത്രമാണ് ആ ഒരു റണ്ണ് ചേസ് ചെയ്യുന്നതിനകത്ത് കുറച്ചെങ്കിലും നീതി പുലർത്തിയ ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ തീർത്തും ഫ്ലോപ്പായിട്ടുള്ള ഈ പറഞ്ഞ ബംഗ്ലാദേശിന് 146 റൺസിൽ എത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. അവർ 160 റൺസിൽ ഇന്ത്യയെ എറിഞ്ഞ് ഒതുക്കിയിട്ട് വിജയിക്കാമെന്നുള്ള 160 പോലും എത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഹർഷദീപ് സിംഗ് 4 ഓവറിൽ 30-ന് 2 വിക്കറ്റുകൾ നേടി. അതുപോലെ ജസ്പ്രീത് ബുംറ, അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട, എല്ലാ മത്സരങ്ങളിലും എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തവണയും എക്കോണമിയൊക്കെ നോക്കുക 3.25 ആണ്. 4 ഓവറിൽ 13 റൺസിന് 2 വിക്കറ്റുകൾ നേടി. അതുപോലെ എടുത്തു പറയേണ്ട ഹർദിക് പാണ്ഡ്യ ഈ പറയുന്ന പോലെ പവർ പ്ലേയിൽ ഒരു മികച്ചൊരു വിക്കറ്റ് കിട്ടി. കാരണം നമുക്ക് ഈ പറയുന്ന ആദ്യം തന്നെ വിക്കറ്റ് ഭയങ്കരമായിട്ടും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 3 ഓവർ 4 ഓവർ വരെ നമുക്ക് വിക്കറ്റ് കിട്ടിയിട്ടില്ല. 5ാമത്തെ ഓവറിലാണ് ഹർദിക് പാണ്ഡ്യയെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ആ 4 ഓവർ എറിഞ്ഞിട്ടും പ്രത്യേകിച്ച് വിക്കറ്റ് ഒന്നും കിട്ടാത്തത് നമുക്ക് വളരെയധികം ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പോൾ 5ാമത്തെ ഓവർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ ഓവർ ഹർദിക് പാണ്ഡ്യക്കാണ് കൊടുത്തത്. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ എക്സിക്യൂട്ട് ചെയ്തു. ലിറ്റൻ ദാസിൻ്റെ ഒരു വിക്കറ്റ് നമുക്ക് കിട്ടി. ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓവറിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് കിട്ടിയത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടിയൊരു നല്ലൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് എന്ന് പറയേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് ഒന്നും നേടാൻ കഴിയാതെ പോയേനെ. അങ്ങനെ വിക്കറ്റ് വേണ്ടുന്ന ഒരു ആവശ്യഘട്ടത്തിൽ ഹർദിക് പാണ്ഡ്യ നല്ല രീതിയിലുള്ളൊരു ബോൾ ചെയ്ത് അല്ലെങ്കിൽ ഓവർ എറിഞ്ഞൊരു വിക്കറ്റ് നേടി. പക്ഷേ ആ ഓവറിൽ 10 റൺസിന് മണ്ടയ്ക്ക് റണ്ണ് പോയെന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ 3 ഓവറിൽ 24 റൺസ്, സാധാരണ 4 ഓവർ കോട്ട പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ അടി കിട്ടിയതുകൊണ്ട് തന്നെ 4ാമത്തെ ഓവർ അത് അക്സർ പട്ടേലിന് കൊടുത്തു. അതുപോലെ തന്നെ ഈ സീസണിൽ നമ്മൾ കണ്ടുവന്നിട്ടില്ല, ജഡേജയ്ക്ക് 2 ഓവർ കൂടുതൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത്തവണ 3 ഓവർ കൊടുത്തു, അക്സർ പട്ടേലിന് 2 ഓവർ കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർദിക് പാണ്ഡ്യയെ കൊണ്ട് ഒരു ഓവറോട് എറിയിക്കാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഹർദിക് പാണ്ഡ്യ താളം കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു മത്സരമായിരുന്നു ബോളിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓരോ മാറ്റി കൊടുത്തത് തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ കുൽദീപ് യാദവ് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. 4 ഓവർ 19 റൺസ് 3 വിക്കറ്റ് നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 50 റൺസിൻ്റെ ഒരു വിജയം നമുക്ക് സ്വന്തമായി കിട്ടിയത്. അടുത്ത ഇനിയും ഇന്ത്യയുടെ മത്സരം ഓസ്ട്രേലിയയുമായിട്ടാണ്. അപ്പം എന്തായാലും ഇന്ന് ഓസ്ട്രേലിയയുടെ ഒരു മത്സരമുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട്. ആ മത്സരം അഫ്ഗാനിസ്ഥാൻ ജയിച്ചെങ്കിൽ അൺബീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഓസ്ട്രേലിയ മത്സരങ്ങൾ പരാജയപ്പെടും. ഇനി അതല്ലെങ്കിൽ ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മത്സരം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ്. അൺബീറ്റഡ് ആയിട്ടുള്ള 2 ടീമുകൾ തമ്മിൽ മത്സരിക്കുന്നു. അതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ വളരെയധികം ഈ മത്സരത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു പല വീഡിയോകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എക്സൈറ്റ്മെൻറ്റോടെ തന്നെ കാത്തിരിക്കുകയാണ്.